സിനിമ സീരിയൽ നമ്മളെ ചിരിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ്. 100% ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഈ മാറ്റം വന്നത് ഒരു സീരിയൽ കണ്ടതുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം 100% അന്ന് ആളുകൾക്കുള്ള ഏക എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ പണി കഴിച്ചിട്ട് അല്പസമയം സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുന്നു. അതങ്ങനെ കണ്ട് അഡിക്റ്റ് ആയി പോയൊരു ഇതുണ്ട്. ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ തലമുറ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നില്ല. അവര് സ്മാർട്ട് ഫോണിലാണ്. ചോദിച്ചു നോക്കിയവർക്കറിയാം. അവരാണ് കൂടുതൽ. നിങ്ങളെ കുറ്റം പറയല്ല. ഇന്നത്തെ തലമുറ കൂടുതൽ വഷളായത് സീരിയൽ കണ്ടിട്ടാണോ? ഒരിക്കലും അല്ല, പറയാൻ പറ്റില്ല. കാരണം ഇന്ന് യൂട്യൂബിലും പല രീതിയിലും പല കൊച്ചു കുട്ടികൾ മുതല് വലിയ ആളുകൾ മുതൽ ചീത്തയാവുന്ന പീഡനം നടക്കുന്ന സീരിയൽ കണ്ടിട്ടാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ പോയിന്റോട് ഞാൻ വളരെ യോജിക്കുന്നു. കാരണം ഈ അടുത്ത സമയത്ത് നമ്മുടെ കേരളത്തില് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി പാറമടയിൽ പോയി ആത്മഹത്യ ചെയ്തു. കാരണം എന്താ? ആ കുട്ടിയുടെ കൊറിയൻ ഫ്രണ്ട് മരിച്ചു. അത് കാരണം ആ കുട്ടി സീരിയൽ കണ്ടിട്ടല്ല, ആ കുട്ടിയുടെ ചുറ്റുമുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സർക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഒരിക്കലും സീരിയൽ ആണ് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾക്കെന്ന് ഒരിക്കലും നിങ്ങൾക്ക് അധിക്ഷേപിച്ച് പറയാൻ പറ്റില്ല. ഒരു കാര്യം, മിക്ക പുരുഷന്മാർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകള് ഫ്രിഡ്ജിൽ സാധനങ്ങളെല്ലാം കയറ്റി വെച്ച് വരുമ്പോ ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്ന ആ രീതിയാണ്. ആ സ്ത്രീകളുടെ മര്യാദ. ഒരു ഭർത്താവിന് എങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കണം, എങ്ങനെ ഒരു കുടുംബത്തിൽ പെരുമാറണമെന്ന് സീരിയലല്ല പഠിപ്പിക്കേണ്ടത്. ആ സ്ത്രീയുടെ ജീവിത ശൈലി എങ്ങനെ ഒരു കുടുംബം മുന്നോട്ടുള്ള സ്ത്രീയാണ് തീരുമാനിക്കുന്നത്. അവിടെ പല ഭർത്താക്കന്മാരും വേദന അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യപ്പോ ബസ് ബ്രേക്ക് ഡൗൺ വന്ന് വെയിറ്റ് ചെയ്തു. അപ്പൊ അവിടെ ഒരു 75 വയസ്സായ ഒരു മനുഷ്യൻ പറയാണ്, എന്റെ ദൈവമേ, എനിക്ക് വീട്ടിൽ ചെന്നില്ലെങ്കിൽ എനിക്ക് ഇന്ന് സീരിയലിന്റെ മുമ്പിൽ ഭാര്യ ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടില്ല എന്ന്. അത് ആ സീരിയലിന്റെ കുഴപ്പമാണോ? ആ ഭാര്യ ഒരു ഭർത്താവ് വരുമ്പോൾ ഭർത്താവിന് എന്ത് കൊടുക്കണം, എങ്ങനെ പെരുമാറണമെന്ന് സ്ത്രീ മര്യാദ പഠിച്ചു വരണം, അല്ലെങ്കിൽ പഠിക്കണം. അത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ അഭിനയ നേതാക്കളും അവരുടെ ഭർത്താക്കന്മാരോട് അങ്ങനെയാണോ പെരുമാറുന്നത്? ഇത്തരത്തിലുള്ള സീരിയൽ കാണുന്നത് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. കുടുംബങ്ങളിലിരിക്കുന്ന സ്ത്രീകൾ ഈ ചപ്പുചവറുകൾ കാണുന്നത് ഒരു അഡിക്ഷനായി മാറി 30 വർഷമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഒരു നല്ല സന്ദേശമുള്ള ഏത് സീരിയലാണുള്ളത്? പറഞ്ഞ ഇവിടെ